കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് വാക്കിൽ വരുന്ന ഒരു ആശയമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിത സമീപനമാണ്. ജീവിത വിഷയങ്ങളോടുള്ള നമ്മുടെ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻ, പ്രതികരണങ്ങൾ, ഈ പ്രതികരണങ്ങളുടെയൊക്കെ ആകത്തുകയാണ് വിശ്വാസമെന്ന് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം, ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ട് എന്ന് ദൈവം എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? ആ വ്യക്തി ഒരു വിഷയം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അതിനെ സമീപിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും എന്തിനെയാണ് ആ വ്യക്തി അടിസ്ഥാനപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വന്നുപെട്ട ചില അരാജകത്വം, അരോചകത്വം എല്ലാം കൂടി കെട്ടുപിണഞ്ഞ ചില അപ്രതീക്ഷിതമായ സംഭവ സാഹചര്യങ്ങളിൽ പരിശുദ്ധമ്മ എടുത്ത നിലപാടും അതിൻ്റെ സമീപനവും. ഉദാഹരണത്തിന്, അമ്മയോട് മംഗളവാർത്ത സമയത്ത് മാലാഖ വഴി ദൈവം പറഞ്ഞത്, അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനവും, ആ വാഗ്ദാനത്തിൻ്റെ നിറവേറ്റത്തിൻ്റെ ഒരു പ്രഥമ ഘട്ടത്തിൽ അമ്മ അനുഭവിച്ച ഘടകവിരുദ്ധമായ
എതിരനുഭവങ്ങളും ഒരുമിച്ച് അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന നിലതെറ്റിയ അവസ്ഥകളെ എങ്ങനെ സമനിലയോടെ അമ്മ കൈകാര്യം ചെയ്തു എന്നുള്ളത് ചില്ലറ പ്രശ്നമല്ല. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇപ്പോൾ എന്താണ് മംഗളവാർത്ത സമയത്ത് പരിശുദ്ധ അമ്മയോട് മാലാഖ പറഞ്ഞത്? അവൻ യാക്കോബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. ഇതാണ് വാഗ്ദാനം, മംഗളവാർത്ത വാഗ്ദാനം. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 1:30 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവൻ ദാവീദിൻ്റെ യാക്കോബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. അതാണല്ലോ വാഗ്ദാനം. അങ്ങനെ പക്ഷേ ദാവീദിൻ്റെ പട്ടണത്തിലെ ആ വാഗ്ദാനം പ്രാപിക്കണ കാലം വരുമ്പോൾ ദാവീദിൻ്റെ സിംഹാസനം ബെത്ലഹേമിലെ ദാവീദിൻ്റെ പട്ടണത്തിലെ സിംഹാസനം കാലത്തൊഴുത്തായിട്ടാണ് വരണത്. അപ്പോൾ ദൈവം എന്താണ് വാഗ്ദാനം ചെയ്തത്? എന്താണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്? വാഗ്ദാനം ഒന്ന്, വചനം ഒന്ന്, അനുഭവം വേറെ ഒന്ന്. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കാര്യം പറഞ്ഞതല്ലല്ലോ നടക്കണത്. ഇതെങ്ങനെയാണ് അമ്മ വിശ്വസിച്ചത്? അമ്മ വിവേചിച്ചാണ് വിശ്വസിച്ചത്. ഇങ്ങനെ ഒരു ദൈവം പറഞ്ഞതൊന്ന്, അമ്മയ്ക്ക് സംഭവിച്ചത് വേറെ ഒന്ന്. ഇതിൻ്റെ അനുഭവത്തെ എങ്ങനെയാണ് അമ്മ സമീപിച്ചത്? എങ്ങനെ സമീപിച്ചത്? അമ്മ അതിനെ ഹൃദയത്തിലാണ് സംഗ്രഹിച്ചത്. ആ സമയത്താണ് ലൂക്കാ 2:19 യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. അപ്പം ഇതിങ്ങനെ ചില കാര്യങ്ങൾ, അതായത് വചനത്തിലൊന്ന്, വിശ്വാസത്തിലൊന്ന്, അനുഭവത്തിൽ വേറെ ഒന്ന്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയണത്? അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന്. ഹൃദയത്തിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് സാധാരണ സംഗ്രഹിക്കാൻ സാധ്യത? തലയില. 2 ഫാക്കൽറ്റിയാണല്ലോ നമുക്കുള്ളത്. ഒന്ന് വിൽ, രണ്ടാമത്തെ ഇൻ്റലക്റ്റ്. ഈ തലയിൽ സംഗ്രഹിക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ എടുക്കും. ഹൃദയപരമായിട്ട് എടുക്കേണ്ട വിഷയങ്ങളെ ബുദ്ധിപരമായിട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? തർക്കങ്ങളുണ്ടാവും. തർക്കങ്ങൾ എങ്ങനെ വരണതാണ്? താരതമ്യം വഴി വരണതാണ്. തൂക്കി നോക്കുന്നവരെ, താരതമ്യം ചെയ്യുന്നവരെ ദൈവം വിളിക്കുന്നത് വിഡ്ഢികളാണെന്ന്. അതാണ് അതിൻ്റെ രസം. ഫിലിപ്പിയർ 2:3 എന്താ പറയണത്? താരതമ്യം ചെയ്യുന്നവർ വിഡ്ഢികളാണ്. മനുഷ്യൻ എന്താ പറയണത്? താരതമ്യം ചെയ്യുന്നവർ, തൂക്കി നോക്കുന്നവർ ബുദ്ധിയുള്ളവരാണ്. മനുഷ്യൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെ വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് വിശ്വാസി വിഷയങ്ങളെ കാണുന്നത്, ദൈവം ആ വിഷയങ്ങളെ എങ്ങനെ കാണുന്നു അതിന് അനപേക്ഷണീയമായതുകൊണ്ടാണ് ഒരു വിശ്വാസി ആയിരിക്കുന്നത്. അവൻ്റെ ജീവിത വിഷയങ്ങളെ അവൻ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ആദ്യമേ പറഞ്ഞതിൻ്റെ കാരണം അതാ. ഹൃദയത്തിൽ സംഗ്രഹിക്കണത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ ആരാ ഉള്ളത്? കർത്താവിൻ്റെ വചനം സങ്കീർത്തനം 37:31 പറയും, ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ
വചനം കുടികൊള്ളുന്നതെന്ന്. ദൈവത്തിലെ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ജീവിത വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് സ്നേഹത്താലാണ്. ദൈവത്തോട് ഉള്ള എല്ലാ ബന്ധങ്ങളെയും നമ്മൾ സമീപിക്കുന്നത് സ്നേഹത്താലാണ്. അതുകൊണ്ടാണ് സ്നേഹം അഹങ്കരിക്കണില്ല, സ്നേഹം അസൂയപ്പെടുന്നില്ല എന്നൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ 1 കൊറിന്ത്യൻസിൻ്റെ 13:4-5 വചനങ്ങളിൽ പറയുമ്പോൾ സ്നേഹം നിറഞ്ഞാൽ, ദൈവത്തോട് സ്നേഹം നിറഞ്ഞാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള താരതമ്യങ്ങൾ കുറയത്തുള്ളൂ, തലയിന്ന് വിഷയം ഹൃദയത്തിലേക്ക് വരത്തുള്ളൂ. ദൈവവുമായി നീ മുന്നോട്ട് സഞ്ചരിക്കാൻ ആ സഞ്ചാരത്തിൽ പുരോഗമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഈ വിഷയങ്ങളെ ബുദ്ധിപരമായിട്ട് കാണുന്നതിന് പകരം തൂക്കി നോക്കി താരതമ്യപ്പെടുത്തിക്കൊണ്ട് കുറഞ്ഞും കൂടിയത് നീ ചിന്തിച്ച് വിഷമിച്ച് വിഷണ്ണരായി നിരാശപ്പെടുന്നതിന് പകരം ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും നിന്നെ, കാര്യം ദൈവത്തിൻ്റെ കാലത്ത് ഇപ്പം നമ്മൾ ജപമാല പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൊലോമോന്റെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടുമ്പോൾ ധ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവം ദാവീദിന് സിംഹാസനം അവന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ കാലത്ത്, കൈറോസിൻ്റെ കാലാതീത കാലത്ത് അവന് മാത്രമല്ല ദൈവം കൊടുത്തത്, കാലം കാത്തിരുന്നപ്പോൾ അവൾക്കും അത് കിട്ടിയതായിട്ടാണ് നമ്മുടെ വിശ്വാസ ചരിത്രം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ദൈവം ചെയ്യുമ്പോൾ പറയുന്നതിനേക്കാൾ ഇരട്ടിയാണ് ചെയ്യണത്. പക്ഷേ കാത്തിരിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തെ വിശ്വാസം മുന്നേറ്റം നടത്താനുള്ള ആസ്തി നമുക്കുണ്ടാവണം. നല്ലവനായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജീവിത വിഷയങ്ങൾ ഞങ്ങളുടെ കാലത്ത് കാണാതെ നിൻ്റെ കാലത്ത് കണ്ട് കാത്തിരിക്കാനുള്ള സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, കേട്ട വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ, പരസ്പരം താരതമ്യം ചെയ്യാതെ കർത്താവെ, ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി ദൈവസ്നേഹത്തിന് നിറവോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിറയണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും ഹൃദയത്തിൽ ശക്തിയായി, അഭിഷേകമായി, ദൈവസ്നേഹമായി, വിശുദ്ധിയായി, സന്തോഷമായി വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് വർത്താനം പാടാം. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ തിരുവിലാവിന്റെ രക്തത്തുള്ളികളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന കടഭാരങ്ങൾ, ഞങ്ങളെ വിഷമിക്കുന്ന സങ്കടങ്ങളിലേക്ക് അഗ്നിയായി, അഭിഷേകമായി, തിരുത്തത്തിന്റെ ശക്തിയായി വന്നിറങ്ങുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ
എന്റെ ഉള്ളിൽ വസിക്കാൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, തിരുവചനത്തിന്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിക്കുന്ന കർത്താവേ, കെട്ടുകൾ പൊട്ടിക്കുന്ന കർത്താവേ, ജീവിതഭാരം മുഴുവൻ വിഷമിക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ വഴികളിലെ നമ്മുടെ വിശ്വാസത്തിന് ഹൃദയം കൊണ്ടുള്ള സമർപ്പണത്തിന് കർത്താവ് നേരിട്ട് ഉത്തരം നൽകുകയും ഇടപെടുകയും ചെയ്യുന്ന അനുഭവത്തിനാണ് ജനങ്ങൾ സാക്ഷ്യം നൽകുന്നത്. അവിശ്വാസാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഏത് സമയത്തും ഇടപെടുമെന്നുള്ള ബോധ്യത്തോടെ സാക്ഷ്യം കേട്ട് നമുക്ക് കർത്താവിനെ കാത്തിരിക്കാം. എൻ്റെ പേര് പ്രീതി ബൈജു. ഞാൻ എഴുപുനിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. 5 വയസ്സിൽ എൻ്റെ മോൾക്ക് തേയ്മാനം അനുഭവപ്പെട്ടു. ചെറിയൊരു പനിയോടുകൂടിയാണ് വന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ച് നടക്കുമ്പോൾ ചരിവും വേദനയും കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കോട്ടയത്തോ അല്ലെങ്കിൽ വണ്ടാനത്തോ കൊണ്ടേ കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കോട്ടയത്ത് കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ മോക്കൊരു സുഖം ഇതിൽ വേറെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടറെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ പോന്നു. അപ്പം എൻ്റെ അടുത്ത അയൽവാസി ചേച്ചി പറഞ്ഞു മോളെ ഒന്ന് കലവൂർ ചെല്ലിയ കൃപാസനത്തിൽ മോൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് മാറുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മോൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. 6 കാര്യം ഞാൻ വെച്ചു. അതിൽ 2 കാര്യം സാധിച്ചു. ഉടമ്പടി വെക്കാത്ത ഒരു 3 കാര്യം കൂടി മാതാവ് എനിക്ക് സാധിച്ചു തന്നു. മോൾക്ക് ഓപ്പറേഷൻ പറഞ്ഞു. ഞാൻ ഓപ്പറേഷൻ സമയത്ത് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തു. എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞാൻ മോൾക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട്. എനിക്ക് വിശ്വാസമാണ് മാതാവ് എൻ്റെ മോളുടെ അസുഖം മാറ്റിത്തരും. ഡോക്ടർ എന്നോടൊരു കനിവ് കാണിക്കണം, എന്നെ ഈ പ്രാവശ്യം പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മോൾക്ക് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിവിടെ ഓപ്പറേഷൻ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഡോക്ടർ വലിയൊരു മനസ്സുള്ള ആളായിരുന്നു. ഡോക്ടർ പറഞ്ഞു ചേച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് അതിന് ഫലം കിട്ടും. ചേച്ചി മോളായിട്ട് പോയിട്ട് വാ, നമുക്ക് ഇത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിക്ക് ഓപ്പറേഷൻ ചെയ്തു തരാം. 9 വയസ്സിനുള്ളിൽ മാത്രമേ ഓപ്പറേഷൻ പറ്റുള്ളൂ. അതിനുശേഷം മോള് പൂർണ്ണമായി ഈ സ്ഥിതിയിലേ നടക്കുകയുള്ളൂ. ഭാവിയിൽ അവൾക്ക് ചരിവ് അനുഭവപ്പെട്ട് അങ്ങനെ അത് പൂർണ്ണമായി അങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ വന്നു. പക്ഷേ ഇപ്പം വരെ എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ മോൾക്ക് ഒരു വേദനയോ ചരിവോ ഒന്നും കൂടാതെ പൂർണ്ണമായും എൻ്റെ മോൾ ഓടിച്ചാടി നടക്കുന്നു. അവൾ ചെയ്യാത്ത കുസൃതികളൊന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുകയും ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ ആഴപ്പെടുകയും ചെയ്യണം. വിശ്വാസത്തെ സാക്ഷ്യമായി മാറ്റുമ്പോൾ സാക്ഷ്യം വിശ്വാസത്തിൻ്റെ പ്രയോഗ രൂപമാണ്. അതിനെ പരിപോഷിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ ഏറ്റവും ശക്തമായത് ദിവ്യാരാധന പ്രാർത്ഥനയാണ്. കുർബാനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കർത്താവിൻ്റെ സത്യമായ സാന്നിധ്യത്തിൽ ദൈവജനം വിശ്വസിച്ചും പ്രത്യാശയും സ്നേഹിച്ച് ആ ദൈവിക പുണ്യങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ആരാധനയാണ് ഇപ്പോൾ അൾത്താരയിൽ നടക്കാൻ പോകുന്നത്.
ഈസഹാക്കിന്നിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന, വിശ്വാസത്തോടെ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ ആരാധനയിലെ ഈ സമയം പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അതീവ ഭക്തിയോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, അങ്ങേക്ക് ആരാധനയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, അങ്ങേക്ക് ആരാധനയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, കർത്താവേ, അങ്ങേക്ക് ആരാധനയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഈശോ, ആ വിശുദ്ധമായ രക്തത്താൽ കർത്താവേ, കുടുംബത്തിൻ്റെ അതിരുകളെ കർത്താവേ അങ്ങ് തളിക്കണമേ. കർത്താവേ, കുടുംബത്തിന് 4 അതിരുകളെ കർത്താവേ നിൻ്റെ വിശുദ്ധ രക്തത്താൽ തളിക്കണമേ. ഈശോയെ, അനേകം കുടുംബങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, പീഡകൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കർത്താവെ, പലതരത്തിലുള്ള ശത്രുദോഷങ്ങൾ കർത്താവെ വേദനിക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടേണ്ട പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, കുടുംബത്തിന്റെ പൈശാചികതയെ, അന്ധവിശ്വാസങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം കരങ്ങൾ വീശി ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. കർത്താവേ, വൈവാഹികമായ തടസ്സങ്ങൾ, ഈശോയെ, ഒന്നും ചെയ്യാൻ കഴിയാത്ത തടസ്സങ്ങൾ, കുടുംബത്തെ വരുമാന മാർഗത്തിന് വേണ്ടിയുള്ള സംരംഭങ്ങളുടെ മേലുണ്ടാകുന്ന ആന്തരിക ബന്ധനങ്ങൾ എല്ലാം അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഓരോരുത്തരും എത്താതെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്ന കുരുങ്ങിപ്പോയ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുരുക്കുകൾ മാതാവിന്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക കുരുക്കുകളിൽ നിന്ന് കർത്താവേ, കുടുംബങ്ങളെ മോചിക്കണമേ, വ്യക്തികളെ മോചിപ്പിക്കണമേ. ചേർന്ന് ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് മുട്ടിയിൽ നിന്നുകൊണ്ട് വിവിധ രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവർ, ഉദരരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, നടുവേദനകൾ, വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ശക്തി ഈ നിമിഷം ഇറങ്ങി വസിക്കുന്ന സമയമാണ്. സൗഖ്യത്തിനായി ഹൃദയനൊമ്പരത്തോടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. ജോബിൻ്റെ പുസ്തകം 1:10 പറയും, ജോബിന് ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷണം നൽകിയെന്ന്. അതേ ദൈവം, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്ന ദൈവം, നിനക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ ഡോക്യുമെന്റ്സും തിരിച്ചു തരും. മാരക രോഗങ്ങളെ സൗഖ്യപ്പെടുത്തിയ ദൈവം നിന്റെ തീരാവ്യാധികളെ മുഴുവനും തന്നിലേക്ക് ടാകിടിക്കും. കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തിയ ദൈവം, കൂനുള്ളവരെ നിവർത്തിയ ദൈവം, ബത്സയിദ കുളക്കരയിൽ 38 വർഷം ഹൃദയനൊമ്പരമായി കിടന്നവന് സൗഖ്യം വർഷിച്ച ദൈവം, ആ ദൈവം ഇപ്പോൾ നിന്നെ ആശീർവദിക്കാൻ പോവുകയാണ്.
നിന്റെ തീരാരോധനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർഷിക്കാൻ പോവുകയാണ്. വിട്ടുമാറാത്ത മാരക രോഗങ്ങൾ ഈശോ ഏറ്റെടുക്കാൻ പോവുകയാണ്. ജപ്തി നടപടിയിൽ കഴിയുന്ന കുടുംബങ്ങളെ ഈശോ ഏറ്റെടുക്കാൻ പോവുകയാണ്. കൃപാസന ഉടമ്പടി പ്രാർത്ഥനയിൽ നീ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ ഈശോ ഏറ്റെടുക്കും. കൃപാസനം സാന്ത്വനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകൻ്റെയും രോഗദുരിതങ്ങൾ, കടഭാരങ്ങൾ, ജീവിത വ്യഗ്രതകൾ, അവൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ, ഞെരുക്കങ്ങൾ, കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥകൾ, ജപ്തി നടപടികൾ, കാലാകാലങ്ങളായി കിടക്കുന്ന കോടതി കേസുകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുന്നു. കരമുയർത്തി മനമുയർത്തിക്കൊണ്ട് വിളിച്ചപേക്ഷിക്കട്ടെ. ജോബിന് സംരക്ഷണം കൊടുത്ത ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. മാരക രോഗങ്ങളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു. തൈറോയ്ഡ് രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. കരൾ രോഗികള്, കിഡ്നി രോഗികള്, കർത്താവേ, മൂത്രത്തിൽ പഴുപ്പ് ബാധിച്ചു കിടക്കുന്ന മക്കള്, കർത്താവേ, ജീവിത വിഷമതകളിൽ കഴിയുന്നവര്, കുടുംബ സമാധാനമില്ലാത്തവര്, കർത്താവേ, സർവ്വതും നഷ്ടപ്പെട്ടു പോകുന്ന ജപ്തി നടപടികൾക്ക് വിധേയരാകുന്ന മക്കള്, കാലങ്ങളായി കോടതി കേസുകളിൽ കിടക്കുന്നവര്, ഈശോ എല്ലാവരും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളെ ഓരോരുത്തരെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.